സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 69,002 പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എല്ലാ ജില്ലകളിൽ നിന്നായി 5.4 കോടി രൂപ വിവിധ കാരണങ്ങളാൽ പിഴ ഇനത്തിൽ ഈടാക്കി. 20,394 പുതിയ ലൈസൻസും 2,12,436 പുതിയ രജിസ്ട്രേഷനും നൽകി. ലൈസൻസിലും രജിസ്ട്രേഷനിലും 20% വർധനവുണ്ടാക്കാനായി. ഇവയെല്ലാം സർവകാല റെക്കോർഡാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 69,002 പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നായി 5.4 കോടി രൂപ വിവിധ കാരണങ്ങളാൽ പിഴയിനത്തിൽ ഈടാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 20,394 പുതിയ ലൈസൻസും 2,12,436 പുതിയ രജിസ്ട്രേഷനും നൽകി. ലൈസൻസിലും രജിസ്ട്രേഷനിലും 20% വർധനയുണ്ടാക്കുവാനായെന്നും മന്ത്രി പറഞ്ഞു. ഇവയെല്ലാം സർവകാല റെക്കോർഡാണെന്നും മന്ത്രി അറിയിച്ചു. കർശന പരിശോധനയുടെയും നടപടികളുടെയും ഫലമാണിത്. ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡുകൾക്ക് പുറമെ സമഗ്രമായ പരിശോധനകൾ നടത്തുന്നതിനായി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലും പരിശോധനകൾ നടത്തി. 49,503 സാമ്പിളുകൾ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. കഴിഞ്ഞ വർഷം 972 അഡ്ജുഡിക്കേഷൻ കേസുകളാണ് ഇത് സംബന്ധിച്ച് ഫയൽ ചെയ്തത്. 896 പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു. 7,689 റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും 1,080 ഇംപ്രൂവ്മെന്റ് നോട്ടീസുകളും നൽകിയിട്ടുണ്ട്. പ്രമുഖർക്ക് ഭക്ഷ്യസുരക്ഷാ സംബന്ധമായ വിഷയങ്ങളിൽ അടിസ്ഥാന വിവരങ്ങൾ നൽകുന്നതിന് സംസ്ഥാന വ്യാപകമായി 1,124 പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഇതുവഴി 42,600 വ്യക്തികൾക്ക് പരിശീലനം നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷയിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്താണെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബുകളുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. രാജ്യത്താദ്യമായി എല്ലാ ഭക്ഷ്യസുരക്ഷാ ലാബുകൾക്കും NABL അക്രഡിറ്റേഷൻ ലഭ്യമാക്കി. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന പേരിലുള്ള ക്യാമ്പയിനും വിവിധ സ്പെഷ്യൽ ഡ്രൈവുകളും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.